അതിനുശേഷം സംഭവിച്ചതാണ് നാടകീയമായ രംഗങ്ങൾ ഗൈസ്. അപ്പൊ ഗൈസ്, ഈ ഒരു ചിത്രത്തിന് 27 കട്ട് വേണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുകയും അപ്പൊ ഗൈസ്, എന്താണ് ജനനായകന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ജനനായകന് സംഭവിച്ചതെന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിച്ചതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കൂ ഗൈസ്. ഓക്കെ, உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி ഗൈസ്. അപ്പൊ കാത്തിരിപ്പിന്റെ പ്രതീക്ഷയിലെ അവസാനം നമ്മുടെ വിജയ് നായർ എത്തുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതൊരു വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ഗൈസ്. അതങ്ങനെയാണ് ഗൈസ്. കാരണം നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കണ്ടു വളർന്നൊരു നടന്റെ ഒരു ചിത്രം റിലീസ് ഡേറ്റ് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും എന്നെ പോലെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ വാർത്തയിലും മറ്റുമൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജനനായകൻ എന്ന ചിത്രം ഡിസംബർ 18 സെൻസർ ബോർഡിലോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു ഗൈസ്. അതിനുശേഷം ഡിസംബർ 19 ബോർഡംഗങ്ങൾ ഈ ഒരു ചിത്രം കാണുകയും ശേഷം സർട്ടിഫിക്കറ്റിന് വേണ്ടി 27 കട്ടും മ്യൂട്ടും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. കെവിൻ പ്രൊഡക്ഷൻ ഇത് സമ്മതിക്കുകയും അവരിത് ചെയ്തിട്ട് അതിനുശേഷമുള്ള പകർപ്പ് അവർക്ക് നൽകുകയും ചെയ്തു. ഗൈസ്, അങ്ങനെ റിലീസിന് അടുക്കുന്നവരും ഒരു അപ്ഡേറ്റും കിട്ടാതായപ്പോൾ കെവിൻ പ്രൊഡക്ഷൻ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഗൈസ്. അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ചിത്രത്തിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടെന്നും പട്ടാളത്തെ അപമാനിക്കുന്ന രീതിയിൽ, അതായത് ആർമിയെ അപമാനിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടെന്നും പറയുകയും ഗൈസ്. അങ്ങനെ പിന്നീട് വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് റിലീസ് പോലും ചെയ്യാത്ത ഈ ഒരു ചിത്രത്തിന് എതിരെ കേസ് കൊടുത്തതെന്നാണ്. അപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഗൈസ്, ഈ പറഞ്ഞ സെൻസർ ബോർഡിലുള്ള ഒരു അംഗമാണ് ഇത്തരത്തിൽ വിജയ്ക്കെതിരെ, അതായത് സിനിമയ്ക്കെതിരെ കേസ് നൽകിയിരിക്കുന്നതെന്നാണ്. അപ്പൊ ഗൈസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സെൻസർ ബോർഡിൽ നിന്നുള്ള ഒരു അംഗം തന്നെയാണ് ഈ ഒരു ചിത്രത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പൊ വിജയ് ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഗൈസ്, എല്ലാ ചിത്രം വിജയ് ഏത് ചിത്രം എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതിൽ ഇത്തരത്തിൽ അവസാന ചിത്രത്തിന് സംഭവിച്ചാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായിട്ടുള്ള കാര്യം ഗൈസ്. കാരണം അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ, അതും ഡേറ്റ് വന്നിട്ട് 9 തീയതി റിലീസ് ചെയ്യുമെന്നും ഫാൻ ഷോ വരെ ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഒന്ന് കാണാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാൻ ഗൈസ്. അപ്പം എന്തായാലും മറ്റൊരു റിലീസ് ഡേറ്റ് കെവിൻ പ്രൊഡക്ഷൻ അറിയിക്കും. അപ്പം നമുക്ക് കാത്തിരിക്കും ഗൈസ്. ഓക്കെ, ബൈ. ஆனா ஒண்ணு மட்டும் உறுதிங்க, தர்மம் தாங்க ஜெயிக்கும், நியாயம் தாங்க ஜெயிக்கும். ஆனா கொஞ்சம் லேட்டா ஜெயிக்கும்.